കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇനി നമുക്കൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയാലോ? ഇത് ഫ്ലവർ പോട്ട് മാത്രമല്ല, നമുക്ക് പല യൂസേജും ഉണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? ആദ്യം ഈ പൂക്കളെല്ലാം ഒന്ന് മാറ്റണം. ഇത് വെറും ഒരു ഫ്ലവർ പോട്ടായി മാറിയിരിക്കുന്നു. ഇനി നമുക്കിത് 2 പീസാക്കാൻ കഴിയും. ഒരു കോണും കിട്ടും. ഈ കോൺ ഇങ്ങനെ വെച്ച് അതിൽ പൂക്കളിടാം. നോക്കൂ, രസകരമായ ഒരു ഫ്ലവർ പോട്ട് റെഡി ആയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ സർക്കിൾ നിവർത്താനും ചുരുക്കാനും കഴിയും. ഇത് ഒരു സ്റ്റാൻഡും കൂടിയാണ്. ഇതിൽ ബുക്സ് ആൻഡ് ആർട്ട് വർക്ക്സ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. അത് മാത്രമല്ല, ഒരു വാൾ ഡെക്കറായും നമുക്കിത് യൂസ് ചെയ്യാം. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കളർ പേപ്പർ, സ്റ്റാപ്ലർ, പെൻ, സിസർ, സ്കെയിൽ ആൻഡ് സ്റ്റെം വയർ. ഇത്ര മാത്രമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്ത് അത് സൈഡിൽ മടക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞു മടക്കുകളാണ് ഇതിൽ വേണ്ടത്. ഇതേപോലെ 3 ഷീറ്റാണ് മടക്കേണ്ടത്. ഇതേപോലെ 3 ഷീറ്റ് മടക്കിയതിന് ശേഷം ഒരു ഷീറ്റ് എടുത്ത് അത് നടു മടക്കുക. ഒപ്പത്തിൽ വെച്ച് വേണം മടക്കാൻ. അതിനുശേഷം നടു ഒരെണ്ണമെടുത്ത് ഇവിടെ പിൻ ചെയ്യുക. 2 പിന്നാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. ഇങ്ങനെ ഇത് രണ്ടും ചെയ്തെടുക്കാം നമുക്ക്. ഇത് 3 സ്ലാപ്പർ അടിച്ചതിന് ശേഷം ഇത് സർക്കിൾ റൗണ്ടിൽ വെക്കണം. അതായത് ഇങ്ങനെ അത് വെച്ചതിന് ശേഷം വീണ്ടും പിൻ ചെയ്യുക. ഇത് ഒരു സർക്കിളായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കമത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് ചുരുക്കാനും നിവർത്താനും സാധിക്കണം. ഇനി നമുക്ക് മറ്റൊരു പേപ്പർ എടുക്കാം. ഇത് ഒരു കോൺ ആകൃതിയിൽ മടക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വട്ടത്തിൽ വേണം ഇത് മടക്കാൻ. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺ കിട്ടും. ഇനി ഇത് റൗണ്ടിലാക്കി എടുക്കണം. അതിന് സിസർ എടുത്ത് നമുക്കൊരു റൗണ്ടിൽ വെട്ടാം. ഇപ്പോൾ ഒരു കോൺ ആകൃതിയിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇവിടെയും ഒരു വട്ടം വേണം. അതിന് ഇവിടെയും ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇവിടെയും വട്ടമായി, ഇവിടെയുമായി. ഈ വട്ടം എടുത്ത് ഈ കോണിൻ്റെ മുകളിൽ വെക്കണം. അതിനുശേഷം ഫ്ലവർ എടുത്ത് ഓരോന്നും വെച്ച് കൊടുക്കാം. ഇത് മനോഹരമായ ഫ്ലവർ പോട്ട് റെഡി ആയിരിക്കുന്നു. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും സക്സസ് ആകും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.